നിഷാദ്, ഞാനിപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിന് പുറത്താണ്. ഇവിടെ നിന്ന് ഏകദേശം 5 മുതൽ 6 കിലോമീറ്റർ വരെയാണ് ഈ വിമാനം തകർന്നു വീഴുന്ന സ്ഥലത്തേക്കുള്ളത്. ഈ വിമാനത്താവളത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. നേരത്തെ 5 മണിവരെ വിമാനത്താവളം പൂർണ്ണമായും അടച്ചിരുന്നെങ്കിലും അതിനുശേഷം വിമാനങ്ങൾ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഈ വിമാനത്താവളത്തിലേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഭവം സ്ഥലം തടസ്സം ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു അപകടം നടന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഇപ്പോഴും ഒരു വിശദീകരണം നൽകുവാൻ സാധിച്ചിട്ടില്ല. ആദ്യം മതിലിൽ തട്ടിയാണ് ഈ അപകടം ഉണ്ടായെന്ന് പറയുന്നു, പിന്നീട് മരത്തിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു. 242 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 241 പേരും മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഹോസ്റ്റൽ, ഈ വിമാനം തകർന്നു വീണ BJ ഹോസ്റ്റലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ ഈ വിദ്യാർത്ഥികൾ അടക്കം മരണപ്പെട്ടു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒരാൾ മാത്രമാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് രക്ഷപ്പെട്ടത്. അല്പസമയം മുമ്പ് വിവരങ്ങൾ നമ്മൾ നൽകിയിരുന്നു. എന്തായാലും വിമാനത്താവളത്തിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഈ അപകടം നടന്ന ഈ വിമാനം തകർന്നു വീണ മേഖലയിലേക്ക് ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. പൂർണ്ണമായും പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ അടക്കം നിയന്ത്രണത്തിലാണ് ഈ മേഖലയുള്ളത്. അവർ പൂർണ്ണമായും ഈ മേഖല സീൽ ചെയ്തുകൊണ്ട് അവിടെ പരിശോധനകളും അതുപോലെ തന്നെ മറ്റ് അന്വേഷണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുപോലെ തന്നെ വ്യോമയാന മന്ത്രി അടക്കമുള്ളവർ ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. അവർ ഇവിടെ എത്തി ഈ അപകടം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു. കൃത്യമായി ഈ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള ഈ കോളേജിലുള്ള നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പ്സ് അടക്കം ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഈ സമീപത്തെ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ വിമാനത്താവളത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ജനങ്ങൾ എത്തുന്നു. വിമാന സർവീസുകൾ കൃത്യമായി ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്നുണ്ട്. നേരത്തെ 5 മണി വരെ വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. നമ്മൾ ഡൽഹിയിൽ നിന്നാണ് ഇങ്ങോട്ട് എത്തിയത്. നമ്മൾ 6:20 വിമാനത്തിലാണ് ഡൽഹിയിൽ ഇങ്ങോട്ട് എത്തിയത്. അതിന് മുമ്പെയുള്ള വിമാന സർവീസുകളെല്ലാം പൂർണ്ണമായും റദ്ദാക്കിയിരുന്ന ഒരു നിലയിലാണ്. അതുപോലെ തന്നെ ഈ അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങോട്ട് അഹമ്മദാബാദിലേക്ക് എത്തുവാൻ വേണ്ടി 2 പ്രത്യേക വിമാനങ്ങൾ ഇപ്പോൾ എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നുമാണ് ഈ വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനും തന്നെ ഈ നമ്മളെ അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും ഇപ്പോൾ അഹമ്മദാബാദ് വിമാനത്താവളത്തിലാണ് ഉള്ളത്. ഇവിടെ സ്ഥിതി ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിഷാദ്, മൊത്തത്തിൽ ഈ അപകടം അങ്ങനെ ആളുകളെ അങ്ങനെ വൈകാരികമായി അവിടെ വൈകാരികമായി ഞാൻ ചോദിക്കുന്നത് അവിടെ മൊത്തത്തിൽ എയർ ട്രാഫിക്കിനെ വിമാന ഉപയോഗത്തെ അവിടെ അങ്ങനെ ഒരു ട്രോമയൊന്നും ആളുകളെ അങ്ങനെ കാര്യമായി ബാധിച്ചതായി കാണുന്നില്ല. ഇല്ല, അങ്ങനത്തെ കാര്യമായിട്ടൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. കാരണം ഉച്ചയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ വരുന്നത് പുതിയ യാത്രക്കാരാണ്. നേരത്തെ വിമാനങ്ങൾ റദ്ദാക്കി അറിയിപ്പ് ലഭിച്ചതിനോടൊപ്പം തന്നെ ആ സമയത്ത് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാം ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ യാത്രക്കാർ വരുന്നു. അതുപോലെ തന്നെ മറ്റ് സാധാരണ നടപടിക്രമങ്ങളിലേക്ക് വിമാനത്താവളം പോയിരിക്കുന്നു. വിമാനത്താവളത്തിൻ്റെ അകത്തെ സർവീസുകളും സമാനമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വിമാന സർവീസുകൾ വൈകാനോ അതുപോലെ തന്നെ റദ്ദാക്കാനോ സാഹചര്യമില്ല എന്ന് തന്നെയാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് പോയിരിക്കുന്നു. വിമാന സർവീസുകൾ സാധാരണ നിലയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അതേസമയം 5 മണിക്ക് മുൻപ് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. അതുപോലെ തന്നെ സൂററ്റിലേക്കും മറ്റ് വിമാനത്താവളങ്ങൾക്കടക്കം സർവീസുകൾ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ സാധാരണ നിലയിൽ തന്നെയാണ് വിമാനത്താവളത്തിലെ സാഹചര്യമുള്ളത്. എന്തായാലും ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ആണ് ഈ വിമാനം തകർന്നു വീണ മെഹാനി എന്ന മേഖലയുള്ളത്. അവിടെ ഒരു ഗ്രാമമേഖലയാണ്. ജനവാസം അത്ര കൂടുതലായി ഇല്ലാത്തൊരു മേഖലയാണ്. ഈ കോളേജിന്റെ 6 നില കെട്ടിടത്തിന്റെ മുകളിലേക്കാണ് വിമാനം തകർന്നു വീഴുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കടക്കം ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടം പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണുള്ളത്. 242 പേർ, അതായത് 230 യാത്രക്കാരും അതുപോലെ തന്നെ 12 വിമാന ജീവനക്കാരുമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഒരാൾ മാത്രമാണ് ഇതിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നത്. അയാൾ നിലവിൽ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലുണ്ട്. മതിയായ ചികിത്സയും അതുപോലെ തന്നെ ആവശ്യമായ എല്ലാ ചികിത്സയും നൽകുന്നു എന്നതാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വിമാനത്താവളത്തിൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. സമാധാനപരമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിഷാദ്, ശരി. PR അരവിന്ദാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ കാര്യങ്ങളെല്ലാം ശാന്തമായിരിക്കുന്നു. വിമാനത്താവളത്തിൽ പക്ഷേ അതിന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നതാണ്. അവിടേക്ക് പോവേണ്ടതുണ്ട് അരവിന്ദന്.